ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കുക. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ചക്കപ്പഴം വെച്ചിട്ട് ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ജിഞ്ചർ ടീയും കൂടി പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടി നല്ല ഒരു കോമ്പിനേഷനാണ്. ആദ്യം നമുക്ക് സ്നാക്കിലേക്ക് കിടക്കാം. ഞാനിവിടെ ചക്കപ്പഴത്തിൻ്റെ ചുള ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുകയാണ്. ഇതിനകത്തെ കുരുവും ബാക്കിയെല്ലാം ഇതും മാറ്റി ചുള മാത്രമായിട്ട് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് പഴുത്ത ചക്കയാണ്. ഇതിലേക്ക് പഞ്ചസാര നമുക്ക് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. നിങ്ങൾ ചക്കപ്പഴത്തിന് എത്ര മധുരം ഉണ്ടോ അതനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാഡമം പൗഡർ, ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അധികം വെള്ളം ചേർക്കേണ്ട. ഒരു ടേബിൾ സ്പൂൺ മാക്സിമം നമ്മൾ ചേർത്താൽ മാത്രം മതി. വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഈ രീതിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ടേസ്റ്റിലും നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. മൈദയുടെ കറക്റ്റ് അളവ് ഞാനിവിടെ പറയുന്നില്ല. കാരണം നമ്മുടെ ഇതിൻ്റെ ബാറ്ററിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ ആദ്യമേ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ഇനിയും മൈദ ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ മൈദ മിക്സ് ചെയ്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ മൈദയും കൂടി നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് പോകും. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തിട്ട് മാത്രം മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെയാണ് നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പരുവായാൽ മാത്രം മതി. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. ഒരു 15-20 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൂണിൽ കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിതിൻ്റെ ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോ സ്പൂണിലങ്ങ് കോരി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് തിരിച്ചിട്ടും എല്ലാം കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീ കൂട്ടി വെക്കരുത്. തീ കുറച്ച് വെച്ച് തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കുവാൻ. അപ്പോൾ ഓരോ സൈഡും ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒത്തിരി നേരം ഒന്നും എടുക്കില്ല. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. എല്ലാ സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം എല്ലാ സൈഡും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ കുറച്ച് വെച്ചത് കാരണം ഇത് നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും അകവും. ഇതാ ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാം.
നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അതുപോലെ തന്നെ ചക്കപ്പഴമായിട്ട് വെറുതെ ചുളയെടുത്ത് കൊടുത്താൽ കുട്ടികളൊന്നും ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമാവും, അവർ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് ജിഞ്ചർ ടീയും കൂടി ഇനി ഉണ്ടാക്കാം. ജിഞ്ചർ ടീക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ഇവിടെ ഒരു 1.5 കപ്പോളം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിവിടെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഏലക്കായും ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായും അതുപോലെ തന്നെ ഇഞ്ചിയും നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാനപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്കിനി നന്നായിട്ട് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതെടുക്കണം. ഇതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും ഏലക്കായുടെയും ഫ്ലേവർ ഇതിൽ നന്നായിട്ട് വരണം. അതിനായിട്ട് നന്നായിട്ട് ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് കൊടുക്കുക. കുറച്ച് നേരം കിടന്ന് ഇതൊന്ന് തിളച്ച് വരണം. ഈ വെള്ളത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവും. ഇഞ്ചിയുടെയും കാടമത്തിൻ്റെയും ആ ഫ്ലേവർ ഇറങ്ങി അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം വെള്ളം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സിന്നമണിൻ്റെ ഒരു സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഗ്രാമ്പു വേണമെങ്കിൽ നിങ്ങൾക്കിടാം. ഞാനിപ്പോൾ ഇഞ്ചിയും ഏലക്കായും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കടുപ്പം വേണോ ചായക്ക് അതനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ കടുപ്പമാണ്, അതുകൊണ്ട് ഞാൻ അതിന് പ്രത്യേക അളവ് പറയുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1 കപ്പും പാല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പഞ്ചസാര ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ചായ ആക്കിയതിന് ശേഷം ആവശ്യമുള്ളവർക്ക് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവരും പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. കുറേ നേരം ഇരുന്ന് അടുപ്പിലിരുന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇഞ്ചിയുടെയും അതുപോലെ തന്നെ ഏലക്കായുടെയും നല്ല ഫ്ലേവറുള്ള ചായയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.